تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم. ഇത് അല്ലാഹു നിശ്ചയിച്ച പരിധികളാകുന്നു. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവരെ അവൻ കീഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന ആരാമങ്ങളിൽ നിത്യവാസികളായി പ്രവേശിപ്പിക്കുന്നതാകുന്നു. അതത്രേ മഹത്തായ വിജയം. ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയും അവന്റെ പരിധികളെ മറികടക്കുകയും ചെയ്തവനെ നരകത്തിൽ നിത്യമായി വസിക്കാൻ തള്ളുന്നു. അവന് നിന്ദ്യമായ ദണ്ഡനവുമുണ്ട്. ഭയാനകമായ താക്കീതാണ് ഈ സൂക്തം. അല്ലാഹു നിശ്ചയിച്ച പിന്തുടർച്ചാവകാശ നിയമങ്ങൾ മാറ്റിമറിക്കുകയോ ദൈവിക ഗ്രന്ഥത്തിൽ വിശദമായി നിർദ്ദേശിച്ച മറ്റു നിയമപരിധികൾ ലംഘിക്കുകയോ ചെയ്യുന്നവർക്ക് ശാശ്വതമായ നരകശിക്ഷയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പരിതാപകരമെന്ന് പറയട്ടെ, ഇത്ര ഗുരുതരമായ താക്കീതുണ്ടായിരുന്നിട്ടും യഹൂദന്മാരെപ്പോലെ മുസ്ലിങ്ങളും ധിക്കാരപൂർവം ദൈവിക നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നു. ദൈവിക സീമകൾ അതിലംഘിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്തുടർച്ചാവകാശ നിയമത്തിൽ കാണിക്കപ്പെടുന്ന ധിക്കാരങ്ങൾ അല്ലാഹുവിനെതിരെ പരസ്യമായ ധിക്കാരത്തോളം എത്തിയിരിക്കുന്നു. ചിലയിടത്ത് സ്ത്രീകൾക്ക് സ്ഥിരമായി അവകാശം നിഷേധിക്കുന്നു. ചിലയിടത്ത് മൂത്ത പുത്രന് മാത്രമാണ് അവകാശം നൽകുന്നത്. ചിലയിടത്താകട്ടെ പിന്തുടർച്ചാവകാശ വിഭജനം പൂർണ്ണമായും റദ്ദു ചെയ്ത് കൂട്ടുകുടുംബ സ്വത്ത് സമ്പ്രദായം അംഗീകരിച്ചിരിക്കുകയാണ്. മറ്റു ചിലയിടങ്ങളിൽ സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം നിശ്ചയിച്ചിട്ടുമുണ്ട്. ഈ പഴയ ദൈവധിക്കാരങ്ങളോടൊപ്പം പുതിയൊരു ദൈവധിക്കാരം കൂടി മുസ്ലിം രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. പാശ്ചാത്യരെ അനുകരിച്ച് മരണനികുതി നടപ്പിൽ വരുത്തുകയാണവർ. പരേതന്റെ പിന്തുടർച്ചാവകാശികളിൽ ഗവൺമെന്റിനെയും കൂടി ഉൾപ്പെടുത്തുകയെന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാമിക തത്വമനുസരിച്ച് പരേതന്റെ അനന്തരസ്വത്തിൽ ഗവൺമെന്റിന് വല്ലതും കിട്ടുന്നത് ഒരേയൊരു പരിതസ്ഥിതിയിൽ മാത്രമാണ്. അയാൾക്ക് അടുത്തവരോ അകന്നവരോ ആയ ബന്ധുക്കളാരും ജീവിച്ചിരിപ്പില്ലാതിരിക്കുകയോ ബന്ധുക്കളുടെ നിശ്ചിതാവകാശം കഴിച്ച് ബാക്കിയുണ്ടാവുകയോ ചെയ്യുക. ഈ പരിതസ്ഥിതിയിൽ അയാൾ ഉപേക്ഷിച്ചു പോയ ധനം ബൈത്തുൽ മാലിൽ ചേർക്കപ്പെടുന്നതാണ്, ഉപേക്ഷിക്കപ്പെട്ട മറ്റെല്ലാ വസ്തുക്കളും ചെയ്യുന്നതുപോലെ. ഇതുകൂടാതെ പരേതന്റെ വസിയത്തിൽ ഗവൺമെന്റിന് വല്ലതും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതും ലഭിക്കുന്നതാണ്. واللاتي يأتين الفاحشة من نسائكم فاستشهدوا عليهن 4 منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا. നിങ്ങളുടെ സ്ത്രീകളിൽ ദുർനടപ്പിലേർപ്പെടുന്നവർക്കെതിരിൽ നിങ്ങളിൽ നിന്നുള്ള 4 പേരെ സാക്ഷികളായി കൊണ്ടുവരിക. 4 പേർ സാക്ഷ്യം വഹിച്ചുവെങ്കിൽ ആ സ്ത്രീകളെ മരണം വരെ അല്ലെങ്കിൽ അല്ലാഹു മറ്റൊരു വഴി നിർദ്ദേശിക്കുന്നതുവരെ വീടുകളിൽ തടഞ്ഞുവെക്കുക. واللذان يأتيانها منكم فآذوهما فإن تابا وأصلحا فأعرضوا عنهما إن الله كان توابا رحيما. നിങ്ങളിൽ ഈ കുറ്റത്തിലേർപ്പെടുന്ന 2 പേരെയും പീഡിപ്പിക്കേണ്ടതാകുന്നു. പശ്ചാത്തപിക്കുകയും സ്വയം സംസ്കരിക്കുകയും ചെയ്താൽ അവരെ വിട്ടേക്കണം. എന്തെന്നാൽ അല്ലാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കാരുണ്യമരുളുന്നവനുമാകുന്നു. വ്യഭിചാരക്കുറ്റത്തിനുള്ള ശിക്ഷാ നടപടികളാണ് ഈ സൂക്തത്തിലും തൊട്ടു മുമ്പുള്ള സൂക്തത്തിലും പ്രതിപാദിച്ചിരിക്കുന്നത്. വ്യഭിചരിക്കുന്ന സ്ത്രീകൾക്ക് മാത്രം ബാധകമാണ് ഒന്നാമത്തേത്. അവർക്ക് മറ്റൊരു കൽപ്പന വരെ വീട്ടുതടങ്കൽ ശിക്ഷ നൽകണമെന്ന് അത് നിർദ്ദേശിക്കുന്നു. രണ്ടാമത്തേത് വ്യഭിചരിച്ച സ്ത്രീയെയും പുരുഷനെയും കുറിച്ചുള്ളതാണ്. ഇരുവരെയും പീഡിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നു. അതായത് പ്രഹരിക്കുക, ശകാരിക്കുക, നിന്ദിക്കുക മുതലായ ലഘുശിക്ഷകൾ നൽകണം.
വ്യഭിചാരക്കുറ്റത്തിനുള്ള ആദ്യത്തെ ശിക്ഷാവിധി അതായിരുന്നു. പിന്നീടാണ് 100 വീതം ചമ്മട്ടിപ്രഹരം നൽകണമെന്ന് സൂറത്ത് നൂറിലെ കൽപ്പന വന്നത്. അറബികൾ ഒരു വ്യവസ്ഥാപിത ഭരണത്തിന് കീഴിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്ല നീതിന്യായ വ്യവസ്ഥയും അനുസരിച്ച് ശീലവുമില്ലായിരുന്നു. അതിനാൽ ഇസ്ലാമിക ഗവൺമെന്റ് നിലവിൽ വന്ന ഉടനെ ഒരു ക്രിമിനൽ വ്യവസ്ഥ തയ്യാറാക്കി ഒറ്റയടിക്ക് നടപ്പാക്കുന്നത് യുക്തിസഹമായിരുന്നില്ല. ക്രമേണയായി ജനങ്ങളെ നിയമങ്ങൾക്ക് വിധേയരാക്കുക എന്ന നയമാണ് അല്ലാഹു സ്വീകരിച്ചത്. അങ്ങനെ ആദ്യമായി വ്യഭിചാരക്കുറ്റത്തിന് മേൽപ്പറഞ്ഞ ശിക്ഷാ നടപടികൾ നിർദ്ദേശിച്ചു. പിന്നീട് വ്യഭിചാരത്തിനും അപവാദത്തിനും മോഷണത്തിനും നിർണിത ശിക്ഷകൾ ഏർപ്പെടുത്തി. അവസാനമായി ആ അടിസ്ഥാനത്തിൽ തന്നെ ക്രിമിനൽ നടപടികൾക്ക് വിശദമായ നിയമങ്ങൾ രൂപവൽക്കരിച്ചു. ഇതാണ് നബി തിരുമേനിയുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും ഭരണകാലത്ത് നടപ്പിൽ വരുത്തിയ നിയമങ്ങൾ. പ്രശസ്ത ഖുർആൻ വ്യാഖ്യാതാവായ സുദ്ദി റഹ്മത്തുല്ലാഹി അലൈക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ സൂക്തം വിവാഹിതരായ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ളതും രണ്ടാമത്തേത് അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാരെ കുറിച്ചുള്ളതുമാണെന്നത്രേ അദ്ദേഹം പറയുന്നത്. അതിനെ ബലപ്പെടുത്തുന്ന കനപ്പെട്ട തെളിവൊന്നും അദ്ദേഹം ഉദ്ധരിച്ചിട്ടില്ല. എന്നാൽ ഇതിലും ദുർബലമായിട്ടുള്ളതാണ് അബൂ മുസ്ലിമുൽ ഇസ്ഫഹാനിയുടെ വ്യാഖ്യാനം. ആദ്യത്തെ ആയത്ത് സ്ത്രീകൾ തമ്മിലുള്ള അനാശാസ്യ സമ്പർക്കത്തെയും രണ്ടാമത്തേത് പുരുഷന്മാർ തമ്മിലുള്ള അസാൻമാർഗിക ബന്ധത്തെയും കുറിച്ചുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു. വിശുദ്ധ ഖുർആൻ മനുഷ്യജീവിതത്തിന് നിയമസദാചാരങ്ങളുടേതായ ഒരു രാജപാതയാണ് നിർദ്ദേശിച്ചു കൊടുക്കുന്നത്. ആ രാജപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി മാത്രമേ അതിന് ചർച്ചയുള്ളൂ. രാജപാതയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഇടവഴികളെയും അവയോട് ബന്ധപ്പെട്ട ഉപപ്രശ്നങ്ങളെയും കുറിച്ച ചർച്ച പണ്ഡിതന്മാരുടെ ഗവേഷണത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. തിരുമേനിക്ക് ശേഷം പുരുഷനും തമ്മിലുള്ള അസാൻമാർഗിക വേഴ്ചയ്ക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന പ്രശ്നം വന്നപ്പോൾ സൂറത്തു നിസായിലെ ഈ സൂക്തത്തിൽ അതിന്റെ വിധിയുണ്ടെന്ന് സ്വഹാബത്തിൽ ഒരാളും മനസ്സിലാക്കാതിരുന്നത് അതുകൊണ്ടാണ്. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. അറിഞ്ഞിരിക്കുക, അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന പശ്ചാത്താപം അവിവേകത്താൽ തിന്മ ചെയ്തു പോവുകയും അനന്തരം ഉടനെ തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്തവരുടേത് മാത്രമാകുന്നു. അക്കൂട്ടരുടെ നേരെ അല്ലാഹു അവന്റെ കരുണാകടാക്ഷം തിരിക്കുന്നു. അല്ലാഹു സർവജ്ഞനും യുക്തിമാനുമാണല്ലോ. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. എന്നാൽ നിരന്തരം ദുഷ്കർമ്മങ്ങൾ ആചരിച്ചുകൊണ്ടിരിക്കുകയും അങ്ങനെ മരണമാസന്നമാകുമ്പോൾ ഇനി ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവരുടേത് സ്വീകാര്യമായ പശ്ചാത്താപമല്ല. അന്ത്യശ്വാസം വരെ സത്യനിഷേധികളായിരുന്നവരുടേതുമല്ല. നോവേറിയ ശിക്ഷയാണ് നാം ഇവർക്ക് ഒരുക്കിവെച്ചിട്ടുള്ളത്. തൗബ എന്നാൽ മടക്കം എന്നാണ് അർത്ഥം. പാപം ചെയ്ത ശേഷം അടിമ ദൈവത്തോട് പശ്ചാത്തപിക്കുന്നതിന്റെ അർത്ഥം യജമാനനോട് ധിക്കാരം പ്രവർത്തിച്ച ദാസൻ അതിൽ ഖേദിച്ചു വീണ്ടും അവനോടുള്ള അനുസരണത്തിലേക്ക് മടങ്ങിയിരിക്കുന്നുവെന്നാണ്. തൗബ സ്വീകരിക്കപ്പെടുക എന്നതിനർത്ഥം അല്ലാഹു എടുത്തു കളഞ്ഞിരുന്ന അനുഗ്രഹ കടാക്ഷം വീണ്ടും അടിമയ്ക്ക് നൽകിയിരിക്കുന്നു എന്നാകുന്നു. ഈ സൂക്തത്തിൽ അല്ലാഹു അരുൾ ചെയ്യുന്നത് ഇതാണ്: മനഃപൂർവമല്ലാതെ അറിവില്ലായ്മ കൊണ്ട് കുറ്റം ചെയ്തു പോവുകയും അറിവില്ലായ്മയുടെ മറ നീങ്ങുന്നതോടെ ലജ്ജിച്ച് മാപ്പിരക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകും. അങ്ങനെയുള്ള ആളുകൾ രക്ഷിതാവിങ്കിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുമ്പോഴെല്ലാം അവർക്കായി മാപ്പിന്റെ കവാടം തുറക്കപ്പെട്ടിരിക്കും. പക്ഷേ ദൈവകൽപ്പനയെ തീരെ വിലവെക്കാതെ ആയുഷ്കാലം മുഴുവൻ പാപം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും മരണമടുക്കുമ്പോൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് തൗബയില്ല എന്നാണ് നബി വ്യക്തമാക്കിയത്.
മരണഗോഷ്ഠിയുടെ ഘട്ടം വരാതിരിക്കുന്ന കാലത്തോളം അടിമയുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. എന്തുകൊണ്ടെന്നാൽ പരീക്ഷണ സന്ദർഭം അവസാനിക്കുകയും ജീവിത റെക്കോർഡ് അടച്ചുപൂട്ടുകയും ചെയ്താൽ പിന്നെ തിരിച്ചു വരുന്നതിനർത്ഥമില്ല. ഇതുപോലെയാണ് അവിശ്വാസത്തിലായിക്കൊണ്ട് മരണമടയുന്നവന്റെ സ്ഥിതിയും. അവൻ പുനർജീവിതത്തിന്റെ അതിർത്തിയിൽ പ്രവേശിച്ചവനാണ്. ദുനിയാവിൽ നിന്ന് ധരിച്ചുവെച്ചതിന് പാടെ വിപരീതമാണ് തന്റെ പരിണാമമെന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുകഴിഞ്ഞാൽ പിന്നെ മടങ്ങാൻ അവസരമില്ല. يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. അല്ലയോ വിശ്വസിച്ചവരെ, സ്ത്രീകളെ ബലാത്കാരം അനന്തരമെടുക്കുന്നത് അവിഹിതമാകുന്നു. നിങ്ങൾ നൽകിയ വിവാഹമൂല്യത്തിൽ നിന്നൊരു ഭാഗം തട്ടിയെടുക്കുന്നതിനായി അവരെ ഞെരുക്കുന്നതും ഹിതമല്ല. അവർ സ്പഷ്ടമായ ദുർനടപ്പിലേർപ്പെട്ടാലൊഴിച്ചു. അപ്പോൾ അവരെ ഞെരുക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ അവരോട് മാന്യമായി സഹവർത്തിക്കേണ്ടതാകുന്നു. ഇനി അവരെ വെറുക്കുന്നുവെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വെറുക്കുന്നുവെന്നും അതേ അവസരം അല്ലാഹു അതിൽ ധാരാളം നന്മകൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നും വരാം. ഭർത്താവ് മരിച്ച് വിധവയാകുന്ന സ്ത്രീയെ അനന്തര സ്വത്തായി പരിഗണിച്ച് അവകാശികൾ അധീനപ്പെടുത്തുക എന്നത് അറബികളിൽ പതിവായിരുന്നു. ഇത് പാടില്ലെന്ന് വിധിക്കുകയാണിവിടെ. ഭർത്താവിന്റെ മരണത്തോടെ സ്ത്രീ സ്വതന്ത്രയാണ്. ഇദ്ദ കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടമുള്ളയിടത്ത് പോകാനും ഇഷ്ടമുള്ള പുരുഷന് വിവാഹം ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. സ്ത്രീയെ ഞെരുക്കാനുള്ള അവകാശം ധനം തട്ടിയെടുക്കുന്നതിനു വേണ്ടിയല്ല, ദുർനടപടിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. ഒരു സ്ത്രീ സുന്ദരിയല്ല, അല്ലെങ്കിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത മറ്റു വല്ല ന്യൂനതയും അവൾക്കുണ്ട് എങ്കിൽ അവളെ ഉടനടി പിരിച്ചുവിടുകയല്ല വേണ്ടത്. കഴിയുന്നിടത്തോളം സഹനം അവലംബിച്ചുകൊണ്ട് അവളോട് പെരുമാറണം. എന്തുകൊണ്ടെന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ സൗന്ദര്യത്തെക്കാൾ പ്രധാനമായ മറ്റു ചില ഗുണങ്ങൾ അവൾക്കുണ്ടായേക്കാം. ആ ഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്ന പക്ഷം സൗന്ദര്യക്കുറവിന്റെ പേരിൽ അതൃപ്തനായിരുന്ന ഭർത്താവ് അവളുടെ സ്വഭാവഗുണത്തിൽ അത്യധികം ആകൃഷ്ടനായെന്ന് വരാം. അതുപോലെ ദാമ്പത്യ ജീവിതാരംഭത്തിൽ സ്ത്രീയുടെ ചില ചെയ്തികൾ തനിക്ക് പിടിക്കാതെ വന്നെങ്കിലും അവളുടെ യോഗ്യതകൾ മുഴുവൻ പ്രകടിപ്പിക്കാനുള്ള അവസരം ക്ഷമാപൂർവം നൽകേണ്ടതാണ്. എങ്കിൽ ദോഷത്തിലധികം ഗുണമാണ് തന്റെ ഭാര്യയ്ക്കുള്ളതെന്ന് ബോധ്യം വന്ന് അവളോട് ഇഷ്ടം തോന്നാനും ഇടയുണ്ട്. ഇങ്ങനെ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. ചുരുക്കത്തിൽ ഏതെങ്കിലും ഒരു കാരണം കാണുമ്പോഴേക്കും വൈവാഹിക ബന്ധം മുറിക്കാൻ ധൃതി കൂട്ടുന്നത് ശരിയല്ല. അനിവാര്യമായ ഘട്ടങ്ങളിൽ അവസാന കൈയെന്ന നിലയ്ക്ക് മാത്രമേ വിവാഹമോചനം ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ. അതാണ് തിരുമേനി പറഞ്ഞത്. വിവാഹമോചനം നിയമദൃഷ്ട്യാ അനുവദനീയമാണെങ്കിലും അനുവദനീയ കാര്യങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ അനിഷ്ടകരമായ വല്ലതുമുണ്ടെങ്കിൽ അത് വിവാഹമോചനമാണ് എന്നർത്ഥം. മറ്റൊരു തിരുവചനം കേൾക്കുക. വിവാഹം കഴിക്കുക, ത്വലാഖ് ചൊല്ലരുത്. എന്തുകൊണ്ടെന്നാൽ വണ്ടുകൾ പൂക്കൾ ആസ്വദിക്കുന്ന പോലെ മാറി മാറി രുചി നോക്കുന്ന സ്ത്രീ പുരുഷന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. وَإِنْ أَرَدْتُمُ اسْتِبْدَالَ زَوْجٍ مَكَانَ زَوْجٍ وَآتَيْتُمْ إِحْدَاهُنَّ قِنطَارًا فَلَا تَأْخُذُوا مِنْهُ شَيْئًا أَتَأْخُذُونَهُ بُهْتَانًا وَإِثْمًا مُبِينًا. നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ തന്നെ നിശ്ചയിച്ചാൽ ആദ്യ ഭാര്യയ്ക്ക് സമ്പത്തിന്റെ ഒരു കൂമ്പാരം തന്നെ നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്നും തിരിച്ചു വാങ്ങാവുന്നതല്ല. ദുർന്യായങ്ങൾ ഉന്നയിച്ചും വ്യക്തമായ അക്രമമായും നിങ്ങൾ അത് തിരിച്ചു വാങ്ങുകയോ? تِلْكَ حُدُودُ اللَّهِ